ഹലോ. അങ്ങനെ ആനയൊക്കെ കണ്ട് ഐശ്വര്യമായിട്ട് ഞങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ. ഒരു ചെറിയ യാത്രയാണ്. എന്തായാലും ഈ യാത്ര ഒരു വാക്കിൻ്റെ പുറത്തുള്ള യാത്രയാണ്. കാരണം ഞങ്ങൾ വലിയ ആൾക്കാർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. പക്രുവിൻ്റെ കുറേ നാളത്തെ നിർബന്ധപ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോണത്. ഇത് നമ്മളുടെ വണ്ടർലയിലേക്കാണ് കേട്ടോ പോണത്. അതായത് നമ്മൾക്കൊരു ദിവസം മുഴുവൻ ഇവിടെ ചിലവഴിക്കാൻ വലിയവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. എന്തായാലും പോയി കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാടും പടലൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇത് മാത്രമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. ഇനി ഇതിനകത്ത് കയറിയാലുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ എനിക്ക് ഇഷ്ടമല്ലാത്തത്. പക്ഷെ കുട്ടികൾ കുറേ കാലം ഒരു ആഗ്രഹം പറയുമ്പോൾ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോണത്. അല്ലാതെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമോ താല്പര്യം ഉണ്ടായിട്ട് പോണതല്ല കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനോടും എനിക്ക് താല്പര്യമില്ലാത്തതാണ്. നമ്മളെ നാട്ടിലെവിടെ വന്നാലും ഞാൻ അതിലൊന്നും കയറാറില്ല കേട്ടോ. എന്തായാലും കുട്ടികളുടെ ഇഷ്ടത്തിന് വഴങ്ങിയിട്ട് ഞങ്ങൾ എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം വണ്ടർലയിൽ ചെന്നെത്തിയിരിക്കുകയാണ്. അങ്ങനെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കൗണ്ടറിൽ പോയി ക്യൂ നിൽക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആൾ നമ്മളെ അടുത്തേക്ക് വന്ന് ടിക്കറ്റൊക്കെ എടുപ്പിച്ചു. പിന്നെ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയതെങ്കിലും ടീഷർട്ടൊക്കെ കോട്ടൻ്റെ ആയതുകൊണ്ട് അതൊന്നും ഇടാൻ പറ്റില്ലേ പറഞ്ഞു കേട്ടോ. അതൊന്നും അവിടെ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് കയറൊക്കെ വലിച്ചിട്ട് ഞങ്ങൾ ആദ്യം തന്നെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് മുകളിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം താഴെ ഏതൊക്കെ തരം ആക്ടിവിറ്റീസ് ഉണ്ടെന്നും ഏതിലൊക്കെ കയറാമെന്നുള്ളൊരു ധാരണയൊക്കെ കിട്ടും. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടും കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് പോയി എല്ലാം നോക്കി വെച്ചു. എന്നിട്ട് ഞങ്ങളൊന്നും ഇതിലും കയറിയില്ലെങ്കിലും കുട്ടികൾ ഇതിലെല്ലാം കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അവർക്കിതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. നമ്മൾ വലിയവർക്ക് മാത്രമാണ് ഇതൊന്നും വലിയ താല്പര്യമില്ലാത്തത്. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇതിലൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ എടുത്ത് വെക്കാൻ പോലും ഉണ്ടാവില്ല. എന്നെ തോണ്ടിയിടാനേ ഉണ്ടാവുള്ളൂ. കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷം മുൻപ് ബാംഗ്ലൂർ പോയിട്ട് ഇതുപോലൊരു സ്ഥലത്ത് പോയിട്ട് ഏതോ ഒരു റൈഡിൽ കയറിയതാണ്. പോയ ഉടനെ തന്നെ ഒരു റൈഡിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അന്നത്തെ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത്രയ്ക്കും കിളിപോയ അവസ്ഥയായിരുന്നു. എന്തായാലും ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫുഡ് കൂടി ഉള്ളതാണ് കേട്ടോ എടുത്തത്. 350 രൂപ ഒരാൾക്ക് ബൊഫേ സിസ്റ്റമാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടേക്ക് പോയി. നമ്മൾക്ക് 350 രൂപയ്ക്ക് അത് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് പറയാറില്ല. പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡായിരുന്നു കേട്ടോ. ബ്രൗൺ റൈസ് ഉണ്ടായിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട, ചിക്കൻ കറി, ബീഫ്, വെജ് കറീസ്, പനീറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റേറിയൻസിന് ആവശ്യമായിട്ടുള്ള അവിയൽ, പുളിയിഞ്ചി, അച്ചാർ, കൂട്ടുകറി, തോരൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പാലട പായസം, പാലട പായസവും ഐസ്ക്രീമും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാം എന്നതൊക്കെ ശരിയാണ്. പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത്യാവശ്യം സ്പൈസൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണിയൊക്കെ, റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കനും റൈസും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാലഡ്സ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ 350 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മൾക്ക് കഴിക്കാൻ കിട്ടിയ ഫുഡ് ടേസ്റ്റുള്ള ഫുഡായതുകൊണ്ട് തന്നെ നമുക്കത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതാണ് വെജിൻ്റെ ഒരു സെക്ഷനായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും എല്ലാതും ഒന്ന് എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാതും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. പുറത്ത് പോയി എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കതാണല്ലോ നമ്മളൊരു വിഷയം എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുക എന്നുള്ളത് ചില സമയത്ത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതെന്തായാലും അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് തന്നെ കിട്ടി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ചു. അതിൻ്റെ കൂടെ പായസവും കുടിച്ചു. അടിപൊളിയായിരുന്നു. ഫുഡ് കഴിക്കുന്നവരെ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസിലൊന്നും കയറിയില്ലായിരുന്നു കേട്ടോ. കാരണം അതിൽ മുന്നേ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് മറ്റുള്ള ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങി കേട്ടോ. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഭയങ്കര സന്തോഷമായി. കാരണം വെള്ളത്തിൽ കളിക്കുക എന്നുള്ളത് നല്ല രസമുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. രാത്രിയൊക്കെ അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു ബാഗൊക്കെ എടുത്ത് കാറിൽ വെച്ച്, എന്നിട്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇതും താങ്ങി പിടിച്ച് പോണു. നല്ല വെയിറ്റാ. ഇല്ലെങ്കിലും ഞാനെങ്ങനെ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടത്തരം കാട്ടൂട്ടോ.
അയ്യോ കുറച്ച് ദൂരം നടക്കാനുള്ളൂ, പക്ഷെ ഭയങ്കര വെയിറ്റാണിത്, നനഞ്ഞ തുണികളായതുകൊണ്ട്. അങ്ങനെ എവിടെ വണ്ടി? 6 മണി വരെ ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രിയൊക്കെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അല്ല, ഞാൻ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾക്ക് മതിയാവോളം കളിച്ചല്ലായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.